വൈകിട്ട് ബസ്സിറങ്ങി വീട്ടിലേക്ക് നടക്കുകയാണ് ജാനി. അവളുടെ മനസ്സിൽ മുഴുവനും മുത്തശ്ശി ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ കല്യാണം കഴിക്കുന്നതിനോട് അവൾക്ക് തീരെ യോജിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം. ഒരു കല്യാണത്തെക്കുറിച്ച് ജാനി ചിന്തിച്ചിരുന്നില്ല. ഇനിയും പഠിച്ച് ഒരു ജോലി വാങ്ങി മുത്തശ്ശിയുമൊത്തൊരു ജീവിതമാണ് അവളിൽ മുന്നിട്ട് നിന്നത്. ഇന്നിനി എന്തായാലും മുത്തുവിനോട് അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട. നാളെ അമ്മുവും വിച്ചുവും വരുമ്പോൾ അവർ പറഞ്ഞ് സമ്മതിപ്പിച്ചോളും. അവൾ വീട്ടിലേക്ക് കടന്നതേ കണ്ടു തന്നെയും കാത്തുന്ന പോലിരിക്കുന്ന മുത്തശ്ശിയെ. ജാനി മുത്തശ്ശിക്കൊരു കുഞ്ഞു പുഞ്ചിരി നൽകി. എന്തൊക്കെയായാലും തന്നെ അത്രയും കരുതലോടെ നോക്കി വളർത്തിയ മുത്തശ്ശിയാണ്. അവർക്ക് നേരെ മുഖം കറുപ്പിക്കാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല. അവൾ വേഗം റൂമിലേക്ക് പോയി കൈയും മുഖവുമെല്ലാം കഴുകി വന്നു. മുത്തശ്ശി അപ്പോഴേക്കും അവൾക്കുള്ള ചായയും കടിയുമായി ഡൈനിങ് ടേബിളിലേക്ക് എത്തിയിരുന്നു. ജാനി ഇരുന്നത് കഴിക്കാൻ തുടങ്ങി. കുറച്ചേറെ നേരം അവർക്കിടയിൽ മൂകത തളം കെട്ടി നിന്നു. അത് അസഹനീയമാം വിധം നീണ്ടു നിന്നപ്പോൾ അവൾ തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു. നാളെ വിച്ചുവും അമ്മുവും വരും മുത്തു. അവൾ കഴിക്കുന്നതിനിടയിൽ ഒളികണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. ജാനി പറഞ്ഞത് കേട്ട് അവർ അവളെ മുഖമുയർത്തി നോക്കി. അവരിൽ ചെറിയ ആശ്വാസം നിറഞ്ഞു. ഇന്നും ജാനിയുടെ പ്രതികരണം എങ്ങനെയാകുമെന്ന് ഒരാശങ്ക സുഭദ്രയിലുണ്ടായിരുന്നു. അവർ വന്നോട്ടെ. കുറേ നാളായല്ലേ അവരിങ്ങോട്ട് ഇറങ്ങിയിട്ട്. കുട്ടികളെ കണ്ട കാലം മറന്നു. മുത്തശ്ശിയൊരു പുഞ്ചിരിയോട് പറഞ്ഞു. എന്തുകൊണ്ടോ മുത്തശ്ശിയും പിന്നീട് കല്യാണക്കാര്യം അവളോട് പറയാൻ മുതിർന്നില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങളുമായി അവരുടെ സംസാരം തുടർന്നു പോയി. പിറ്റേന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ജാനി 11 മണിയായിട്ടും നല്ല ഉറക്കത്തിലാണ്. കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് കേട്ടാണ് മുത്തശ്ശി വാതിൽ തുറന്നത്. നോക്കിയപ്പോൾ കണ്ടു മുന്നിൽ തന്നെ ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന രണ്ടെണ്ണങ്ങളെ. കേറി വാ മക്കളെ, ജാനി പറഞ്ഞായിരുന്നു നിങ്ങളിന്ന് വരൂന്ന്. മുത്തശ്ശി അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ജാനി എന്തിയെ മുത്തശ്ശി? അവളെ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല പിള്ളേരെ. നിങ്ങൾ പോയി അവളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചോ. ക്ലാസ് ഇല്ലാത്ത ദിവസം 12 മണി കഴിയണം പെണ്ണിൻ്റെ തല പൊങ്ങണമെങ്കിൽ. അതും പറഞ്ഞവർ അടുക്കളയിലേക്ക് പോയി. റൂമിലേക്ക് കയറിയപ്പോഴേ കണ്ടു തലവഴി മൂടി പുതച്ച് കിടക്കുന്നവളെ. അമ്മു ജാനിയെ തട്ടി വിളിച്ച് എഴുന്നേൽപ്പിച്ചു. എന്തുറക്കമാടിയത്? നീ രാത്രി കക്കാൻ വല്ലതും പോയിരുന്നു? വേഗം പോയി ഫ്രഷായിട്ട് വന്നേ. നമുക്ക് മുത്തശ്ശിയെ പറഞ്ഞ് സമ്മതിപ്പിക്കണ്ടേ? അയ്യോ, ഞാനിപ്പോൾ വരാം. മൂന്നും കൂടി ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരിക്കുകയാണ്. ഉച്ചയായതുകൊണ്ട് ജാനി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ബ്രഞ്ചാക്കി. മുത്തശ്ശി ഒരു കുഞ്ഞു സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ട്. കഴിച്ചു കഴിയാനായതും ജാനി പതിയെ അമ്മുവിനെ തോണ്ടി. അമ്മു വിച്ചുവിനെയും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകൊണ്ട് കഥകളി കളിക്കുന്നത് കണ്ടുകൊണ്ടാണ് മുത്തശ്ശി വന്നത്. സുഭദ്ര അവരെ സംശയഭാവത്തിലൊന്ന് നോക്കി. എന്താ കുട്ടികളെ, നിങ്ങൾക്കെന്തെങ്കിലും പറയാനുണ്ടോ? മുത്തശ്ശിയുടെ ചോദ്യം കേട്ട് അവരൊന്ന് ഞെട്ടി. പിന്നെ രണ്ടും കൽപ്പിച്ച് അവർ പറയാൻ തുടങ്ങിയതും കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് അവിടെ മുഴങ്ങിക്കേട്ടു. വിച്ചു. അവൻ പറയാൻ വന്നതങ്ങ് വിഴുങ്ങി. ഇതാരാണോ ഇപ്പോൾ വലിഞ്ഞു കയറി വന്നത്? മനുഷ്യൻ എങ്ങനെയും കാര്യങ്ങൾ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ സമ്മതിക്കില്ല. അവൻ മുറുമുറുത്തു. വന്നയാളെ ഒന്ന് പ്രാകാനും മറന്നില്ല. ഡോർ തുറന്ന മുത്തശ്ശി മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ചിരിച്ചു. എന്നാൽ ജാനിയുടെയും വിച്ചുവിൻ്റെയും അമ്മുവിൻ്റെയും കണ്ണിപ്പോൾ മിഴിഞ്ഞു പുറത്തു വരുമെന്നായി. അവർ ഇരുന്നിടത്തു നിന്ന് ചാടി എഴുന്നേറ്റു. ഇതാരാ? ഭാസ്കരനോ? കയറി വാ, ഇരിക്ക്. സുഭദ്ര അയാളെ അകത്തേക്ക് ക്ഷണിച്ചു. ഭാസ്കരൻ ഹാളിലുള്ള സോഫയിലേക്ക് വന്നിരുന്നു. സുഭദ്ര അടുക്കളയിലേക്ക് പോയി അയാൾക്ക് കുടിക്കാനുള്ള വെള്ളവുമായി വന്നു. എടി ജാനി, ഇതാ കല്യാണ ബ്രോക്കർ ഭാസ്കരനല്ലേ? എൻ്റെ ഒരു കസിൻ ചേച്ചിയുടെ കല്യാണം ഈ ചേട്ടനാ നടത്തിക്കൊടുത്തേ. ഇയാളെന്താ ഇവിടെ? അമ്മു ജാനിയുടെ തോളിൽ ചുരണ്ടിക്കൊണ്ട് ചോദിച്ചു. വിച്ചുവും അതറിയാനായി അവളെ നോക്കുന്നുണ്ട്. ഇയാളെ മുത്തു എൻ്റെ കല്യാണക്കാരെ ഏൽപ്പിച്ചിരിക്കുന്നെ, ജാനി വർദ്ധിച്ച സങ്കടത്തോടെ അവരോട് പറഞ്ഞു. അത് കേട്ടതും അവർ അന്താളിപ്പോടെ അയാളെ നോക്കി. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുവാണെന്ന് രണ്ടിനും മനസ്സിലായി. ഭാസ്കരൻ്റെ കണ്ണുകൾ ജാനിയിലെത്തി നിന്നു. അടുത്തു നിൽക്കുന്നവരെ കണ്ടപ്പോൾ അയാളുടെ മുഖം സംശയത്താലൊന്ന് ചുളിഞ്ഞു. മോൾ ഇവിടെ ഉണ്ടായിരുന്നോ? കൂടെയുള്ളത്? അയാൾ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് ജാനൂട്ടിയുടെ കൂട്ടുകാരാ, അവരൊന്നിച്ചാണ് പഠിക്കുന്നത്. മുത്തശ്ശിയാണ് അയാൾക്ക് മറുപടി കൊടുത്തത്. സുഭദ്ര ജാനിയുടെ മുഖത്തേക്ക് നോക്കാനേ പോയില്ല.
അവളുടെ ഇപ്പോഴത്തെ മുഖഭാവം അവർക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ജാനിയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. അയാളിപ്പോൾ വന്നിരിക്കുന്നത് തൻ്റെ കല്യാണത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിനാണെന്ന് അവൾക്ക് മനസ്സിലായി. അമ്മുവും വിച്ചുവും പരസ്പരം നോക്കി. ജാനിക്ക് ഒരു താങ്ങിനെന്നോണം അവൾക്ക് ഇരുവശവും വന്നു നിന്നു. മുഖവരയില്ലാതെ കാര്യങ്ങളിലേക്ക് കടക്കാം സുഭദ്രാമേ. ഞാനിപ്പോൾ വന്നതെന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ജാൻവിക്ക് നല്ലൊരു ആലോചന ഒത്തുവന്നിട്ടുണ്ട്. ചെക്കന് നല്ല പഠിപ്പും ജോലിയും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ട്. കുടുംബക്കാരും നല്ലതാണ്. കുട്ടിയുടെ ഫോട്ടോ കണ്ടപ്പോൾ അവർക്കും ബോധിച്ച മട്ടാണ്. കൂടുതലൊന്നും കേൾക്കാൻ ത്രാണിയില്ലാതെ ജാൻവി മുറിയിലേക്ക് നടന്നു. പുറകെ വിച്ചുവും അമ്മുവും. അപ്പോഴും സുഭദ്രയും ഭാസ്കരനും കല്യാണാലോചനയെക്കുറിച്ചുള്ള തകൃതിയായ സംസാരത്തിലായിരുന്നു. ഷോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മുത്തശ്ശിയോട് കാര്യം സംസാരിക്കാനും പറ്റിയില്ല. അയാൾ കയറി വരുകയും ചെയ്തു. മൂന്നും കൂടി ജാനിയുടെ കട്ടിലിൽ കയറി ഇരിക്കുകയാണ്. ജാനി ആകെ കരഞ്ഞു തളർന്നിരുന്നു. അമ്മു അവളെ ആശ്വസിപ്പിക്കുകയാണ്. വിച്ചു ഇടയ്ക്കിടെ ഡോറിൻ്റെ അടുത്ത് പോയി ഹാളിലേക്ക് എത്തി നോക്കും. അവരുടെ സംസാരം കഴിഞ്ഞിട്ടില്ല എന്ന് കാണുമ്പോൾ തിരിച്ചു വരും. ഇതൊരു 3-4 ആവർത്തി കഴിഞ്ഞപ്പോൾ ഒടുക്കം അമ്മു സഹികെട്ട് അവനോട് എവിടെയെങ്കിലും ഇരിക്കാൻ പറഞ്ഞു. പിന്നെയും ഏറെ നേരം കഴിഞ്ഞാണ് മുത്തശ്ശി അവളുടെ റൂമിലേക്ക് കടന്നു വന്നത്. അവരുടെ കണ്ണുകൾ ജാനിയിൽ തങ്ങി നിന്നു. മോളെ. സുഭദ്ര അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. മുത്തശ്ശി പറയുന്നത് എൻ്റെ ജാനൂട്ടി ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോൾ ഭാസ്കരൻ കൊണ്ടുവന്ന ആലോചന എന്തുകൊണ്ടും നല്ലതാണ്. അവരടുത്ത ശനിയാഴ്ച പെണ്ണ് കാണാൻ വരുമെന്നാ പറഞ്ഞ്. ജാനി ഞെട്ടലോടെ മുത്തശ്ശിയെ നോക്കി. അവളുടെ കൺകോണിൽ നീർമുത്തുകൾ ഉരുണ്ടുകൂടി. അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ടിരുന്നു. എന്തൊക്കെയാ വിളിച്ചു പറയുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ മുത്തശ്ശിക്ക്? ഞാൻ പറഞ്ഞതല്ലേ എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടാന്ന്. എന്നിട്ടും പിന്നെന്തിനാ അവരോട് വരാൻ പറഞ്ഞേ? അതോ എന്നെ വേണ്ടാതായോ മുത്തശ്ശിക്ക്? അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? കരച്ചിലിൻ്റെയും ഏങ്ങലടിയുടെയും ഇടയ്ക്ക് അവളുടെ വാക്കുകൾ പല ആവർത്തി മുറിഞ്ഞു. അവൾ അമ്മുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു പോയി. എന്തിനാ മുത്തശ്ശി അവളെ ഇപ്പോൾ കെട്ടിച്ചു വിടാൻ നോക്കുന്നേ? ജാനിയുടെ കരച്ചിൽ കണ്ടു നിൽക്കാനാവാതെ വിച്ചു ചോദിച്ചു പോയി. എൻ്റെ കാലശേഷം അവൾക്കൊരു തുണ വേണമെന്നെനിക്ക് നിർബന്ധമുണ്ട് മോനെ. ഇനിയും അധിക നാൾ ഞാൻ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുമില്ല. വാർദ്ധക്യ സഹജമായ എല്ലാ തളർച്ചകളും എന്നെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവളുടെ കല്യാണവും കൂടി കണ്ടിട്ട് എൻ്റെ കണ്ണടയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുതന്നെയാണ് എൻ്റെ അന്ത്യാഭിലാഷവും. എന്നും കരുതി ഞാൻ ഒന്നും നോക്കാതെ നിന്നെ കെട്ടിച്ചയക്കില്ല ജാനൂട്ടി. ഞാൻ എൻ്റെ മോൾക്ക് ദോഷം വരുന്നതൊന്നും ചെയ്യൂല. അത് നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും. അവർ വന്നൊന്ന് കണ്ടിട്ട് പോട്ടെ, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ. അവർ അവസാന വാക്കെന്നോണം കാര്യങ്ങൾ പറഞ്ഞു നിർത്തി. ഇനിയും അവളെ അനാഥത്വത്തിലേക്ക് കൂപ്പുകുത്തിക്കുവാൻ സമ്മതിക്കില്ലെന്ന് ദൃഢനിശ്ചയമെടുത്തു. അപ്പോഴും ജാനിയുടെ ഏങ്ങലടികൾ അവിടെ മുഴങ്ങിക്കേട്ടു. നിങ്ങളൊന്ന് അവളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും മക്കളെ. ഈ വൃദ്ധയുടെ അപേക്ഷയായി കണക്കാക്കിയാൽ മതി. അതും പറഞ്ഞവർ റൂമിൽ നിന്നും പോയി. ജാനി, നീ ഇങ്ങനെ കരയാതെ. വല്ല അസുഖവും വരും. മുത്തശ്ശിയെല്ലാം തീരുമാനിച്ചുറപ്പിച്ച മട്ടാണ്. അമ്മു അവളോടായി പറഞ്ഞു. അതിന് ഞാനിപ്പോൾ എന്തു വേണമെന്നാ നീ പറഞ്ഞു വരുന്നേ? ആർക്കെങ്കിലും വേണ്ടി എൻ്റെ കഴുത്ത് നീട്ടിക്കൊടുക്കണമെന്നോ? ജാനി വർദ്ധിച്ച സങ്കടത്തോടെ അമ്മുവിനോട് ആരാഞ്ഞു. അമ്മുവും വിച്ചുവും എന്തു പറയണമെന്നറിയാതെ കുഴങ്ങി. ഒരു വശത്ത് ജാനിയുടെ സങ്കടം അവർക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മറുവശത്ത് മുത്തശ്ശി എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. എന്തായാലും നീ മുത്തശ്ശി പറഞ്ഞത് സമ്മതിക്ക്. അവർ പെണ്ണ് കാണാനല്ലേ വരുന്നേ, അല്ലാണ്ട് ഇപ്പം തന്നെ കെട്ടാനൊന്നുമല്ലല്ലോ. അവർ വന്ന് കണ്ടിട്ട് പോട്ടേ നീ. അരുതാത്തതൊന്നും സംഭവിക്കില്ല. ഒടുവിൽ എന്തുമാവട്ടെ എന്ന് വിചാരിച്ച് വിച്ചു പറഞ്ഞു. എന്നാലും വിച്ചു, എനിക്കെന്തോ പേടിയാവുക. ജാനിയുടെ മനസ്സാകെ കുഴഞ്ഞു മറിഞ്ഞു. എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ അവൾ അവരെ നോക്കി. നീ പേടിക്കണ്ട, ഞങ്ങളും വരാം അന്ന് നിനക്ക് കൂട്ടിന്. അമ്മു അവളെ ആശ്വസിപ്പിച്ചു. ജാനി ഇതെല്ലാം കേട്ട് അർദ്ധസമ്മതത്തിൽ ഒന്ന് തലയാട്ടി. അവൾക്കിനിയും എല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലായിരുന്നു. ഒരുപാട് കരഞ്ഞു തളർന്നതുകൊണ്ട് അവൾ അമ്മുവിൻ്റെ തോളിൽ ചാഞ്ഞിരുന്നു മയങ്ങിപ്പോയി. അവർക്ക് അവളെ വിട്ടുപോകാൻ മനസ്സനുവദിക്കുന്നില്ലായിരുന്നു. എന്നാലും സന്ധ്യ ആയതിനാൽ അവർ തിരികെ വീട്ടിലേക്ക് പോയി. ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ക്ലാസും വീടുമായി ജാനി നന്നേ ഒതുങ്ങിപ്പോയി. അവൾ പിറ്റേ ദിവസം തന്നെ സുഭദ്രയോട് തൻ്റെ സമ്മതം അറിയിച്ചിരുന്നു. മുത്തശ്ശിക്ക് വേണ്ടി മാത്രമായിരുന്നു അവൾ അതിന് സമ്മതിച്ചത്.
അവളുടെ കളിച്ചിരികളില്ലാതെ ആ വീട് മൂകമായിരുന്നു. അങ്ങനെ പെണ്ണ് കാണാൻ വരുന്ന ദിവസം വന്നെത്തി. വിച്ചുവും അമ്മുവും രാവിലെ തന്നെ പ്രസന്റ് വെച്ചിരുന്നു. അടുത്ത വീട്ടിലെ സുമചേച്ചിയും വന്നിരുന്നു ഒരു കൈസഹായത്തിന്. മുത്തശ്ശി അവളെ നിർബന്ധിച്ച് സാരിയാണ് ഉടുപ്പിച്ചത്. വളരെ മിതമായ ആഭരണങ്ങൾ ധരിച്ച് മുടി കുളിപ്പിന്നൽ ഇട്ട് മുല്ലപ്പൂ വെച്ചു. ഒരു മെറൂൺ കളർ ഷിഫോൺ സാരിയാണ് അവൾ ഉടുത്തത്. ആ വേഷത്തിൽ അവളെ കാണാൻ അതീവ സുന്ദരിയായിരുന്നു. മുത്തശ്ശി മുറിയിലേക്ക് വന്നു. അവളെ ആ വേഷത്തിൽ കണ്ടപ്പോൾ സുഭദ്രയുടെ കണ്ണു നിറഞ്ഞു. ജാനിയുടെ അമ്മയെയാണ് അവർക്കപ്പം ഓർമ്മ വന്നത്. ജാനി അവളുടെ അമ്മ രേവതിയുടെ തനി പകർപ്പാണ്. സുഭദ്രയുടെ ഒറ്റ മകളാണ് രേവതി. ജാനിയുടെ അച്ഛൻ വിശ്വജിത്തുമായി അവൾ പ്രണയത്തിലായി. വിശ്വജിത്തിന്റെ വീട്ടുകാർക്ക് അവരുടെ പ്രണയം അംഗീകരിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇരുവരുടെയും കല്യാണം കഴിഞ്ഞ് അവർ സുഭദ്രയുടെ വീട്ടിലേക്കാണ് വന്നത്. വളരെ സന്തോഷം നിറഞ്ഞ ജീവിതമായിരുന്നു അവരുടേത്. അതിനിടയിൽ ഇരട്ടി മധുരം എന്നോണമാണ് ജാനി അവരുടെ ജീവിതത്തിലേക്ക് വന്നത്. പിന്നെയും നീണ്ട 13 വർഷങ്ങൾക്ക് ശേഷമാണ് രേവതി രണ്ടാമതും ഗർഭിണിയാവുന്നത്. രേവതി ഗർഭിണിയായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ജാനിയാണ്. കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയും അവൾ നോക്കിക്കണ്ടിരുന്നു. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനു ശേഷം വിശ്വയ്ക്കും രേവതിക്കും ഒരു ആൺകുഞ്ഞു പിറന്നു. ജാനിയാണ് അവനെ കണ്ണനെന്ന് വിളിച്ചത്. കുഞ്ഞിനെയും അമ്മയെയും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പോകേണ്ട ദിവസം ജാനിക്ക് കലശലായ പനി പിടിച്ചു. അവൾ അവർക്കൊപ്പം പോകണമെന്ന് വാശി പിടിച്ചതോടെ സുഭദ്രയെ അവൾക്കൊപ്പമാക്കി വിശ്വ ഒറ്റയ്ക്കാണ് രേവതിയെ കൂട്ടാൻ പോയത്. പിന്നീട് അവരുടെ മരണവാർത്തയാണ് ആ വീട്ടിലേക്ക് വിരുന്നെത്തിയത്. തിരിച്ചു വരുന്ന വഴി നിയന്ത്രണം വിട്ട ഒരു ടിപ്പർ അവരുടെ കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. 3 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു. കുഞ്ഞുവാവയുടെ വരവിനായി കാത്തിരുന്ന ജാനിക്ക് അവരുടെ ചേതനയേറ്റ ശരീരങ്ങൾ ആംബുലൻസിൽ ആ മുറ്റത്തേക്ക് എത്തിയപ്പോൾ ഒന്നും മനസ്സിലായില്ല. പിന്നെയും കുറേ സമയമെടുത്തു ആ കുഞ്ഞു ബാലികയ്ക്ക് അവരിനിയും തിരികെ വരാനാവാത്ത അത്ര ദൂരത്തേക്ക് പോയി എന്ന സത്യം ഗ്രഹിക്കാൻ. ജാനിക്ക് വേണ്ടി സുഭദ്ര തളർന്നു പോകാതെ പിടിച്ചു നിന്നു. അവളുടെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അവർ അതീവ ശ്രദ്ധയോടെ നോക്കി. തനിക്കിനി അവൾ മാത്രമേയുള്ളൂ എന്ന് അവരുടെ ഉള്ളം മുഴിഞ്ഞുകൊണ്ടിരുന്നു. പഴയ ഓർമ്മകൾ തലച്ചോറിനെ മതിച്ചപ്പോൾ സുഭദ്ര ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവർ ജാനിയുടെ നെറുകിലൊന്ന് തലോടി. സുന്ദരിയായിട്ടുണ്ട് എൻ്റെ കുട്ടി, അവർ നിറഞ്ഞ പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു. ജാനിയുടെ കൺമഷിയിൽ നിന്ന് ഇത്തിരി വിരലിലേക്ക് ആക്കി അവളുടെ ചെവിയുടെ പുറകിലൊന്ന് തൊട്ടുകൊടുത്തു. ജാനി ഇതെല്ലാം നോക്കി നിന്നതേയുള്ളൂ. സമയം കഴിയുന്തോറും അവളുടെ ടെൻഷനും കൂടി. അങ്ങോട്ടും ഇങ്ങോട്ടും മുറിയിലൂടെ നടക്കാൻ തുടങ്ങി. അമ്മുവും വിച്ചുവും അത് മനസ്സിലാക്കിയെന്നോണം അവളുടെ ശ്രദ്ധ തിരിക്കാൻ ഓരോന്നും പറഞ്ഞും ഫോട്ടോ എടുത്തും സമയം തള്ളി നീക്കി. 10:30 കഴിഞ്ഞപ്പോൾ മുറ്റത്തൊരു കാർ വന്നു നിന്നു. അവർ വന്നെന്ന് തോന്നുന്നു.